തിരുവചനപ്രഭയിൽ ഉണരാം, പുതുതാകാം, പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. തിരുവചനപ്രഭയിൽ ഉണരാം, പുതുതാകാം, പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത. പേരൻറ്റിങ് അഥവാ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്ന രീതി, ഇതിനെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. അതിൻ്റെ തുടർച്ച എന്ന വണ്ണം പേരൻറ്റിങ്ങിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ എടുത്ത് കാണിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയുവാൻ സാധിക്കും: മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടമാകുന്നു. മാതാപിതാക്കൾ നിസ്സഹായരായിട്ട് മാറുന്നു. ഞങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല, അവരെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ സകല നിയന്ത്രണവും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇങ്ങനെ വിലപിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ഇതിൻ്റെ കാരണം? എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രശ്ന മേഖലകൾ ഏതൊക്കെയാണ്? ഈ കാര്യങ്ങളൊക്കെ ചുരുക്കമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ നമ്മുടെ വ്യക്തിത്വത്തെ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇങ്ങനെ പറയുന്ന 3 ഭാഗങ്ങളായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. ഇഡ് എന്ന് പറയുന്നത് ഒരു പ്ലഷർ സീക്കിംഗ് മേഖലയാണ്. സന്തോഷം അനുഭവിക്കുക, ആനന്ദിക്കുക, തിന്നുക, കുടിക്കുക, ഉല്ലസിക്കുക, എങ്ങനെയും സുഖങ്ങൾ അനുഭവിക്കണം, എങ്ങനെയും സന്തോഷം അനുഭവിക്കണം, അങ്ങനെയുള്ള പ്ലഷർ സീക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ഇഡ് എന്ന് പറയുന്നത്. ഈ മേഖലയ്ക്ക് നിയന്ത്രണമൊന്നുമില്ല. ഏതു പരിധി വരെ സുഖങ്ങൾ അനുഭവിക്കാനൊക്കും, അതിന് ഏത് മാർഗങ്ങളൊക്കെ അവലംബിക്കാനൊക്കും, ഇങ്ങനെയൊന്നും ചിന്തിക്കാനായിട്ട് ഈ ഒരു മേഖലയ്ക്ക് സാധിക്കത്തില്ല, ഇഡിന് സാധിക്കത്തില്ല. അതിൻ്റെ ഉദ്ദേശം എങ്ങനെയും സന്തോഷിക്കണം, എങ്ങനെയും സുഖം അനുഭവിക്കണം, എങ്ങനെയും ആനന്ദിക്കണം എന്നുള്ളതാണ്. എന്നാൽ മറ്റ് 2 മേഖലകളുണ്ട്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് അത് സമൂഹം കൊടുക്കുന്ന മൂല്യങ്ങളാണ്. ആ മൂല്യത്തിൽ അധിഷ്ഠിതമായി വളർന്നു വരുന്ന ഒരു മേഖലയാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അത് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, സമൂഹവുമായിട്ട്, ഭവനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെയാണ് നമ്മൾ മൂല്യങ്ങളൊക്കെ അവകാശമാക്കുന്നത്, മൂല്യങ്ങൾ സ്വായത്തമാക്കുന്നത്. ഈഗോ എന്ന് പറയുന്നതാണെങ്കിൽ നമ്മുടെ പ്രസൻറ്റ് അവെയർനെസ്സാണ് ഈഗോ എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഗുണകരമാണോ ദോഷകരമാണോ, ഏതൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിവേചനം ഈഗോയ്ക്ക് ഉണ്ടാകും. അപ്പോൾ ആദ്യം പറഞ്ഞ ഈ പ്ലഷർ സീക്കിംഗ് ഏരിയ മാത്രം വളർന്ന്
അല്ലെ അത് മാത്രം ഭരിക്കുന്ന ഒരവസ്ഥയുള്ള വ്യക്തിത്വമാണെങ്കിൽ അവർക്ക് നിയന്ത്രണം ഉണ്ടാകത്തില്ല. എങ്ങനെ, എവിടെ, ഏത് രീതിയിൽ പ്രവർത്തിക്കണം, എങ്ങനെ തങ്ങളെ തന്നെ നിയന്ത്രിക്കണം, ഈ ഉൾക്കാഴ്ച അവർക്കുണ്ടാകത്തില്ല. ഈ തരുണത്തിലാണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പേരൻറ്റിങ്ങിനെ ഒരു പരിധിവരെ കാണേണ്ടത്. ഈ പ്ലഷർ സീക്കിംഗ് ഏരിയയ്ക്ക് ഏത് പരിധിവരെ നിയന്ത്രണം കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഈഗോയും സൂപ്പർ ഈഗോയും പഠിക്കുന്നത് പേരൻറ്റിങ്ങിലൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാതാപിതാക്കൾ കൊടുക്കുന്ന പേരൻറ്റിങ്ങിലൂടെയാണ് എന്താണ് മൂല്യങ്ങൾ എന്നുള്ളത് സൂപ്പർ ഈഗോ പഠിക്കും. മാതാപിതാക്കൾ കൊടുക്കുന്ന പേരൻറ്റിങ്ങിലൂടെയാണ് എന്ത് അവയർനെസ്സാണ് എനിക്കുണ്ടാകേണ്ടത്, എന്ത് നിയന്ത്രണമാണ് എനിക്കുണ്ടാകേണ്ടത്. ഇത് നമ്മുടെ വ്യക്തിത്വത്തിൽ നമുക്ക് പഠിപ്പാനായിട്ട് സാധിക്കും. അപ്പോൾ പേരൻറ്റിങ് നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കൾ ഇന്ന് നിസ്സഹായരായിട്ട് വിലപിക്കുകയാണ്. ഞങ്ങളുടെ നിയന്ത്രണത്തിൽ പിള്ളേർ നിൽക്കുന്നില്ല, വഴിതെറ്റിപ്പോയി, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിലുള്ള പേരൻറ്റിങ് കൊടുക്കുവാനായിട്ട്, അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുവാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല. ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ അവർ വിലപിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പേരൻറ്റിങ് കൊടുക്കേണ്ടതായിട്ടുള്ള സമയമുണ്ട്. ആ സമയത്ത് പേരൻറ്റിങ് ആരംഭിക്കണം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കൊടുക്കുന്നത് ആ പേരൻറ്റിങ് എന്നാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ പേരൻറ്റിങ് ആരംഭിക്കണം. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നുള്ള പ്ലാനിങ് മാതാപിതാക്കൾക്കുണ്ടാകണം. ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അത് വെളിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അമ്മയിലൂടെ പല രീതിയിലുള്ള സ്വാധീനങ്ങളും ഈ കുഞ്ഞിനുണ്ടാകണം. നല്ല ചിന്തകൾ, സന്തോഷ അനുഭവങ്ങൾ, വൈകാരികമായ സ്വസ്ഥത, ഇതൊക്കെ മാതാവിലൂടെ ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ലഭിക്കണം. അത് പേരൻറ്റിങ്ങിൻ്റെ ആദ്യത്തെ ഒരു ഘടകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങിൽ, ഒരു നല്ല അന്തരീക്ഷത്തിൽ ഈ കുഞ്ഞ് ജനിപ്പാനായിട്ടിടയാകണം. ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വളർന്നിട്ട് ആവശ്യമായ പേരൻറ്റിങ് കൊടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കാതെ ഇത് വളരുന്ന ഓരോ ഘട്ടങ്ങളിലും അതിനാവശ്യമായ രീതിയിലുള്ള പേരൻറ്റിങ് കൊടുക്കണം. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം വർഷങ്ങളോളം ഈ കുഞ്ഞിനെ സ്പർശിക്കാത്ത ചില പിതാക്കന്മാരും ചില മാതാക്കളുമുണ്ട്. ചിലപ്പോൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ വിദേശത്ത് പോയി, വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിതാവ് തിരിച്ചു വന്നു. ഈ കുഞ്ഞിനെ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ചിലപ്പോൾ ഒന്ന് സ്പർശിക്കുന്നത്. അത് പേരൻറ്റിങ്ങിലെ ഒരു വലിയ തകരാറാണ്. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ വളരുന്നതിൻ്റെ പ്രധാന ഒരു ഘടകം ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്പർശനമാണ്. നമ്മുടെ കൈ കൊണ്ട് കൊടുക്കുന്ന സ്പർശനം കൊച്ചു കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ വളരെ അത്യാവശ്യമാണ്. മാതാവും പിതാവും മാറി മാറി ഈ കുഞ്ഞിനാവശ്യമായ കരസ്പർശനം കൊടുക്കണം. അതിന് ഫിസിക്കൽ സ്ട്രോക്കിംഗ് എന്നാണ് പറയുന്നത്. ഈ സ്പർശനമാണ് കുഞ്ഞിനെ ഉത്തേജിപ്പിക്കുന്നത്, ഈ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായത്. ഈ സ്പർശനത്തിലൂടെ കുഞ്ഞ് സ്വയം വിലയുള്ള ഒരു വ്യക്തിയായിട്ട് വളർന്നു വരികയാണ്. ഈ സ്പർശനം ആവശ്യമായ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർ റിജക്റ്റഡായിട്ട്, തിരസ്കരിക്കപ്പെട്ടവരായിട്ട് വളർന്നു വരും. എനിക്ക് ഒരു വിലയുമില്ല എന്ന മാത്രം ചിന്തയല്ല, പിന്നെയോ എന്നെ ആർക്കാ വേണ്ടത്, എന്നിൽ ആരും ഇൻട്രസ്റ്റഡ് അല്ല, അങ്ങനെ ഒരു ചിന്തയും ഈ കുഞ്ഞിൽ വളരുന്നു. അങ്ങനെയാണ് റിജക്ഷൻ അവർ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക്
അവർക്ക് വളരുവാൻ ആവശ്യമായ സ്പർശനം നമ്മൾ കൊടുത്ത് അവരെ വളർത്തണം. ഇതിനെ തലോടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കുഞ്ഞുങ്ങൾ ഒരു കൗമാരപ്രായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കാവശ്യമായ രീതിയിൽ വായ്കൊണ്ടുള്ള സ്പർശനം, അതായത് വാക്കുകളിലൂടെയുള്ള സ്പർശനം കൊടുക്കണം. കൗമാരപ്രായം മുതൽ ഈ കരസ്പർശനമല്ല കൂടുതൽ അവർക്ക് വേണ്ടത്. അതിലും കൂടുതൽ എ വേർഡ് ഓഫ് അപ്രീസിയേഷൻ, എ വേർഡ് ഓഫ് എൻകറേജ്മെൻറ്റ്, എ വേർഡ് ഓഫ് റെക്കഗ്നീഷൻ. അവരെ നമ്മൾ ഒന്ന് ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് അഭിനന്ദനങ്ങൾ, പ്രോത്സാഹനങ്ങൾ, അവരുടെ നല്ല കാര്യങ്ങൾ എടുത്ത് പറയുക. ഇങ്ങനെയുള്ള രീതിയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് സ്ട്രോക്ക് ചെയ്യാനായിട്ട്, പോസിറ്റീവ് സ്ട്രോക്കിങ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പ്രായം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള ചില അഭിനന്ദനങ്ങൾ ആവശ്യമാണ്, പ്രോത്സാഹനങ്ങൾ ആവശ്യമാണ്, അപ്രീസിയേഷൻ ആവശ്യമാണ്. ഇത് കൊടുക്കുന്നതിൽ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. അപ്പം നമ്മുടെ സാന്നിധ്യം പല രീതിയിലും ഈ കുഞ്ഞുങ്ങൾ എൻജോയ് ചെയ്യണം. നമ്മുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കണം. നമ്മുടെ സാന്നിധ്യത്തിൽ അവർ വിലയുള്ളവരായി തീരണം. ഇത് പേരൻറ്റിങ്ങിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ്. ഈ കുഞ്ഞുങ്ങൾ അവരുടെ ശരീരത്തെ അംഗീകരിക്കുന്നത് നമ്മുടെ പേരൻറ്റിങ്ങിലൂടെയാണ്. ഈ കുഞ്ഞുങ്ങൾ അവരുടെ ബൗദ്ധിക തലത്തെ അംഗീകരിക്കുന്നത് നമ്മുടെ പേരൻറ്റിങ്ങിലൂടെയാണ്. ഈ കുഞ്ഞുങ്ങൾ വൈകാരിക തലത്തിൽ പക്വതയുള്ളവരായി തീരുന്നത് നമ്മുടെ പേരൻറ്റിങ്ങിലൂടെയാണ്. അപ്പോൾ ഈ മേഖലകളെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കുകയാണെന്ന് വരികിൽ ആരോഗ്യമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ പത്രമൊക്കെ എടുത്ത് വായിക്കുകയാണെങ്കിൽ കാണുന്ന സംഗതികൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കൗമാരക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ പല രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ അവരകപ്പെടുന്നു. മോഷണം, പിടിച്ചുപറി, ലൈംഗിക അരാജകത്വം, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വല്ലാതെ വീണു പോയിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ പത്രത്തിലെ വാർത്തകളൊക്കെ വായിച്ചാൽ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഈ കുഞ്ഞുങ്ങൾക്കാർക്കും ശരിയായ രീതിയിലുള്ള പേരൻറ്റിങ് അവരുടെ ഭവനത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത്. ഒരു ക്രിമിനലിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ആവശ്യമായ പേരൻറ്റിങ് ആരോഗ്യപരമായ രീതിയിൽ കിട്ടാത്ത ഒരു വ്യക്തിയാണ് ഈ ക്രിമിനൽ. അവൻ വളർന്നു വന്ന കുടുംബ പശ്ചാത്തലം ആരോഗ്യപരമായി വളർന്നു വരുവാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്ന പ്രധാന കാര്യം ശരിയായ രീതിയിലുള്ള പേരൻറ്റിങ്ങോ ശരിയായ രീതിയിലുള്ള കുടുംബ പശ്ചാത്തലമോ ഇല്ലാത്തടത്ത് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഇതുപോലെയുള്ള വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ ഓർക്കണം. പേരൻറ്റിങ്ങിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഗതി മാത്രം ഇന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് മാധ്യമങ്ങൾ അതിൻ്റെ സ്വാധീനം എത്രമാത്രം നമ്മിലുണ്ടാകണം, മാധ്യമങ്ങളെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, മാധ്യമങ്ങളുടെ സ്വാധീന വലയത്തിലാകുമ്പോൾ നമ്മൾ എപ്രകാരം തകരാറുള്ളവരായി തീരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേരൻറ്റിങ്ങിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ അടുത്തയിട ഒരു ചെറിയ പയ്യന്, അവന് 7-8 വയസ്സേ ഉള്ളൂ, അവൻ്റെ മാതാപിതാക്കൾ വളരെ സങ്കടത്തോടുകൂടെ അവനെ കൊണ്ട് കൗൺസിലിങ്ങിന് വന്നു. ഇവൻ്റെ പ്രശ്നം എന്താ? ഇവന് മോഷണം തുടങ്ങി, പണം മോഷ്ടിക്കുക. വീട്ടുകാരറിയാതെ ബാഗിൽ നിന്നോ പോക്കറ്റിൽ നിന്നോ ഒക്കെ പണം എടുക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ചെറിയ തുകകളായിരുന്നു, പിന്നെ അത് കൂടി വന്ന് 500 രൂപ, 1000 രൂപ, ഇങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് എത്തി. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഇവർ ബോധ്യപ്പെടുന്നത്. ഈ പേരൻസ് അതിനെക്കുറിച്ച് അവെയറാകുന്ന ആ സമയത്താണ്. ഒടുവിൽ ഈ പയ്യനെ പിടിച്ച് ഈ പണം എടുത്തത് എന്തിനു വേണ്ടിയാണെന്ന് ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി.
അങ്ങനെ നടത്തിയപ്പോൾ മനസ്സിലായ സംഗതി, ഈ പണം സ്കൂളിൽ പഠിക്കുന്ന ചേട്ടന്മാർക്ക് കൊണ്ട് കൊടുക്കുക. മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അവർക്കെന്തിനാണ് കൊണ്ട് കൊടുക്കുന്നത്? അവരുടെ മൊബൈലിൽ അശ്ലീല രംഗങ്ങൾ പകർത്തിയിരിക്കുന്ന സിനിമകളുടെ ഷോട്ടുകളുണ്ട്. അശ്ലീല രംഗങ്ങൾ പകർത്തിയിരിക്കുന്ന പല പടങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഈ പടം ആദ്യമേ കൊണ്ടുവന്ന് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കാണിക്കും. ഈ കുഞ്ഞുങ്ങളെ കാണിച്ചു കഴിഞ്ഞിട്ട് അവരോട് പറയും, ഇനിയും ഇതിലും നല്ല പടങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ കാണണമെന്ന് വരികിൽ ഒരു പ്രാവശ്യം കാണുന്നതിന് 100 രൂപ വെച്ച് തരണം. അങ്ങനെ ഈ പടം കാണാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങൾ പണം മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് ഈ ജ്യേഷ്ഠന്മാർക്ക് കൊടുക്കും. അപ്പോൾ സ്കൂളിലെ ജ്യേഷ്ഠന്മാർക്കും വെളിയിൽ നിന്ന് വരുന്ന ജ്യേഷ്ഠന്മാരും ഒക്കെ ഇതിൻ്റെ പിറകിലുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഓരോ ദിവസവും ഈ പടം കാണാനുള്ള താല്പര്യം ഈ കുഞ്ഞുങ്ങളിൽ വർദ്ധിച്ചു വരും. ഇത് കാണണമെങ്കിൽ പണം വേണം, ആ പണം വേണമെങ്കിൽ മോഷണം നടത്തണം. അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പൈസ കൊണ്ടുവന്നിട്ട് ഇതുപോലെയുള്ള ബ്ലൂ ഫിലിംസ്, അതുപോലെയുള്ള മറ്റ് അശ്ലീല പടങ്ങൾ, ഇതൊക്കെ കാണുന്ന ഒരു പ്രവണത ഈ കുഞ്ഞുങ്ങളിൽ വളർന്ന് വരുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഇപ്പോൾ കണ്ട ഈ പടത്തിനൊക്കെ അനുസരിച്ച് അവരുടെ തലച്ചോറ് ചിലപ്പോൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടു എന്ന് വരാം. ഈ തലച്ചോറ് അതിനനുസരിച്ച് കണ്ടീഷൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പഠന മേഖലയെ അത് ബാധിക്കും. മാത്രമല്ല, പിന്നിവിടെ തലയിൽ കൂടെ പോകുന്നത് ഈ കണ്ട പടത്തിനും അപ്പുറമായ പടങ്ങളൊക്കെ കാണണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഇവരുടെ തലയിലൂടെ പിന്നീട് പോകുന്നത്. അത് ഇവരെ ഒരു ഡിസോർഡറിലേക്കോ അതുപോലെയുള്ള വൈകാരികമായിട്ടുള്ള അസ്വസ്ഥതകളിലേക്കൊക്കെ നയിപ്പാനായിട്ട് മുഖാന്തരമായിട്ട് തീരും. അപ്പോൾ ഇവിടെ പേരൻറ്റിങ്ങിൻ്റെ ഒരു വലിയ പ്രസക്തിയുണ്ട്. ഈ കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ തടയുവാനായിട്ട് സാധിക്കും? ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ ഇരുന്നത് കൊണ്ടാണ് ഈ പണം മോഷ്ടിക്കുന്നത് ഇവർ കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇതിൻ്റെ പിറകിലുള്ള കാരണം എന്താണ്, ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ തക്ക സമയത്ത് ആ കുഞ്ഞിന് കൗൺസിലിംഗ് കൊടുക്കുവാനും അതുപോലെ ഉപദേശങ്ങൾ കൊടുത്ത് പേരൻറ്റിങ് കൊടുത്ത് ആ കുഞ്ഞിനെ അതിൽ നിന്നൊക്കെ വിടിവിപ്പാനും ഒരു പരിധി വരെയും സാധിച്ചു. അപ്പോൾ ഇങ്ങനെ കാണുന്ന ചില മാധ്യമങ്ങൾ, മൊബൈൽ ഫോണിലൂടെ കാണുന്നത്, നെറ്റിലൂടെ കാണുന്നത്, സൈബർ മേഖലകളിൽ കാണുന്നത്, ഇതൊക്കെ ഇന്ന് വലിയൊരു അതിപ്രസരത്വം നടത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള അതിപ്രസരത്തിൽ നമ്മുടെ യുവാക്കളൊക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വീണു പോകുന്നു എന്നുള്ളതാണ്. അപ്പം മാധ്യമങ്ങളുടെ ഒരു വലിയ സ്വാധീനം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇന്നുണ്ട്. ഈ അടുത്തയിട പത്രത്തിൽ വന്ന ഒരു പടം കണ്ട് വാസ്തവത്തിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. ഒരു കോളേജിലെ കുഞ്ഞുങ്ങൾ അവരുടെ പ്രതിഷേധം അറിയിപ്പാനായിട്ട് പ്രതീകാത്മകമായിട്ട് അവർ കെട്ടുഞാന്ന് ചാകുന്ന ആ രൂപത്തിൽ 5-10 കുഞ്ഞുങ്ങൾ കഴുത്തെ കയറുവിട്ട് മരത്തെ കെട്ടി ഒരറ്റത്ത് വിരിങ്ങനെ തൂങ്ങി നിൽക്കുന്ന പ്രതീകാത്മകമായ ഒരു പ്രതിഷേധം. ഈ പ്രതീകാത്മകമായ ഈ പ്രതിഷേധം കണ്ടിട്ട് ഇത് അറിയാതെ ഇവരുടെ ഉള്ളിൽ ഇത് കോപ്പി ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രേരണ കുഞ്ഞുങ്ങൾക്കുണ്ടാകും. അപ്പോൾ ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ മാധ്യമങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇത് അനേക കുഞ്ഞുങ്ങളെ അപകടങ്ങളിലേക്ക് വഴി നടത്തും എന്നുള്ള വസ്തുത ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടാൽ അത് അവരറിയാതെ അവരുടെ മനസ്സിൽ പതിയും. ചില ബലഹീന നിമിഷങ്ങളിൽ ഇത് കോപ്പി ചെയ്യുവാനായിട്ടുള്ള പ്രേരണയുണ്ടാകും. പ്രതിഷേധിക്കേണ്ടത് ആവശ്യമാണ്. അത് അനുവദനീയമായ മാർഗത്തിലൂടെ പ്രതിഷേധിപ്പാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. ഏതു മാർഗത്തിലൂടെയും പ്രതിഷേധം അറിയിപ്പാനായിട്ട് അവരെ നമ്മൾ പഠിപ്പിക്കരുത്. അങ്ങനെയുള്ളൊരു പേരൻറ്റിങ് അല്ല നമ്മൾ കൊടുക്കേണ്ടത്. വീട്ടിൽ തന്നെ നമ്മുടെ ചില അഭിപ്രായങ്ങളോട് കുഞ്ഞുങ്ങൾ യോജിക്കത്തില്ല. നമ്മൾ പറയുന്ന ചില കാര്യങ്ങളോട് അവർക്ക് പ്രതിഷേധമുണ്ടാകും. ആ പ്രതിഷേധം വീട്ടിൽ പ്രകടിപ്പിക്കുവാനുള്ള അനുവാദം നമ്മൾ കൊടുക്കണം. ആ അനുവാദം കൊടുക്കുമ്പോൾ അതോടൊപ്പം ചില നിയന്ത്രണങ്ങൾ നമ്മൾ കൊടുക്കണം. മോനെ, നിനക്ക് പ്രതിഷേധിക്കാനുള്ള അനുവാദം ഈ വീട്ടിലുണ്ട്.
എന്നാൽ അനുവദനീയമായ മാർഗത്തിലൂടെ മാത്രമേ ഉള്ളൂ. വീട്ടിലെ സാധനങ്ങൾ എടുത്തെറിഞ്ഞ് പൊട്ടിച്ച് പ്രതിഷേധിപ്പാനുള്ള ഒരു ഫ്രീഡം നിനക്കില്ല. എന്നാൽ പ്രതിഷേധിപ്പാനുള്ള ഫ്രീഡം തരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യവും അതോടൊപ്പം ബൗണ്ടറിയും നമ്മൾ നിശ്ചയിക്കണം, നിയന്ത്രണവും നമ്മൾ നിശ്ചയിക്കണം. സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് കൗമാരക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫ്രീഡം കൊടുക്കണം, സ്വാതന്ത്ര്യം കൊടുക്കണം. എന്നാൽ ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ഒരു ബൗണ്ടറി നമ്മൾ നിശ്ചയിക്കണം. ഒരു ഫ്രീഡം കൊടുക്കുന്നതോടൊപ്പം ഒരു ബൗണ്ടറിയും എപ്പോഴും ഉണ്ടായിരിക്കും. കുഞ്ഞെ, നിനക്കിഷ്ടമില്ലാതെ ഒരു കാര്യം വരുമ്പോൾ നിൻ്റെ ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുവാൻ ഈ വീട്ടിൽ അനുവാദമുണ്ട്. നിനക്ക് പ്രതിഷേധമുള്ളത് ഞങ്ങളോട് നിനക്ക് അറിയിക്കാം. ആ പ്രതിഷേധം പ്രകടിപ്പിക്കുവാൻ അനുവാദമുണ്ട്. എന്നാൽ ഇന്ന മാർഗത്തിലൂടെ മാത്രമേ ആ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ഈ വീട്ടിൽ അനുവാദമുള്ളൂ എന്ന് പേരൻറ്റിങ്ങിലൂടെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ ന്യായമായ രീതിയിൽ പ്രതിഷേധിക്കേണ്ട രംഗത്ത് അവർ പ്രതിഷേധിക്കും. അന്യായമായ മാർഗങ്ങൾ അവർ ഉപയോഗിക്കത്തില്ല. മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു, അവരെ എങ്ങനെ അത് ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ള വസ്തുതയും ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പേരൻറ്റിങ്ങിലൂടെ ആവശ്യമായിരിക്കുന്ന ഒരു മാർഗനിർദ്ദേശം, മൂല്യബോധം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഈ മൂല്യബോധം ഉൾക്കൊണ്ട് അവരുടെ ഉള്ളിലുള്ള ഈ ഒരു അഭിവാഞ്ചയുണ്ടല്ലോ, ഈ പ്ലഷർ സീക്കിങ്, ഈ രസിക്കണം, ഉല്ലസിക്കണം, സന്തോഷിക്കണം വേണം. അത് വേണ്ട എന്ന് പറയുന്നില്ല, അതില്ലെങ്കിൽ ജീവിതം വിരസമായി തീരും. എന്നാൽ അത് മൂല്യബോധത്തോടു കൂടി ആയിരിക്കുമ്പോൾ അതിനൊരു നിയന്ത്രണം ഉണ്ടായിരിക്കും. ഈ നിയന്ത്രണം അവർക്കുണ്ടാകുമ്പോൾ അവർ ഈ പ്രതിഷേധിക്കേണ്ട രീതിയിൽ മാത്രമേ പ്രതിഷേധിക്കത്തുള്ളൂ. അവർക്ക് പേരൻറ്റിങ്ങിലൂടെ ലഭിക്കുന്നതായുള്ള ഈ മൂല്യബോധം അവരെ പല മേഖലകളിലും ഒരു മാനസിക ആരോഗ്യമുള്ള വ്യക്തികളാക്കി നിലനിർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് പേരൻറ്റിങ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അത് കൊടുക്കേണ്ട സമയത്ത് മുതൽ നമ്മൾ കൊടുത്ത് തുടങ്ങണം. എന്നാൽ പിന്നീട് വന്നിട്ട് ഒടുവിൽ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട മൂല്യബോധം കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കണം. ഒരു കാര്യം കൂടെ പ്രധാനമായിട്ട് ഞാൻ പറയാം. അത് ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് വിശ്വാസത്തിലോ ഉള്ളവരാണെന്ന് വരികിലും കുഞ്ഞുങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധത്തിലേക്ക് ഈ പേരൻറ്റിങ്ങിലൂടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാനായിട്ട് സാധിച്ചാൽ അവർ ദൈവബോധമുള്ളവരായിരിക്കും. പലരും പറയും ദൈവഭയമുള്ളവരായിരിക്കണമെന്ന്. ദൈവത്തെ അങ്ങനെ ഭയപ്പെടുകയൊന്നും നമ്മൾ വേണ്ട. ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. ദൈവിക ബോധം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഈ ദൈവിക സ്നേഹമാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ നിയന്ത്രണത്തിന് വിധേയമാക്കി നിർത്തുവാനായിട്ട് സഹായകരമായ സംഗതി എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ ദൈവിക ബോധം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം എന്നുള്ളത് മാത്രമല്ല, ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാൻ ചെറുപ്പം മുതൽ തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം നോർമലാകുകയാണെങ്കിൽ മറ്റുള്ളവരുമായുള്ള ബന്ധം നോർമലായിട്ട് തീരും. ആരോഗ്യപരമായ രീതിയിൽ സമൂഹവുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ദൈവവുമായിട്ട് ആരോഗ്യപരമായൊരു ബന്ധം നമുക്കുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ തരുണത്തിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നോ അതെല്ലാം കുഞ്ഞുങ്ങൾ പഠിക്കത്തില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉപദേശരൂപേണ പറഞ്ഞു കൊടുക്കും. ആ ഉപദേശങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ സ്വീകരിക്കത്തില്ല. ഒരുപാട് മൂല്യങ്ങൾ നിങ്ങൾ അവരെ പഠിപ്പിക്കും, അതെല്ലാം അവർ സ്വീകരിച്ചു എന്ന് വരത്തില്ല. അതുകൊണ്ട് ഇതൊന്നും പഠിപ്പിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എന്നാൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണോ അതവർ പഠിച്ചു എന്ന് വരത്തില്ല. എന്നാൽ നിങ്ങൾ എന്താണോ അതവർ പഠിച്ചിരിക്കും. നിങ്ങൾ എന്താണോ അതാണ് അവർ പഠിക്കുന്നത്.
നിങ്ങളെന്ത് പറയുന്നോ അതല്ല അവർ പഠിക്കുന്നത്, നിങ്ങളെന്താണോ അതവർ പഠിക്കും. അങ്ങനെയാണെങ്കിൽ പേരൻറ്റിങ്ങിൻ്റെ ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് നിങ്ങളിലൂടെ ഈ കുഞ്ഞുങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഒരു മോഡലായിട്ട് മാറുക. നിങ്ങളുടെ ജീവിതം ഒരു മാതൃകാപരമായ ജീവിതമാണെങ്കിൽ പേരൻറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്തു തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി തീരട്ടെ. കുഞ്ഞുങ്ങളുടെ മേലുള്ള സ്വാധീനം ഒരു കാലത്തും നഷ്ടപ്പെടരുത്. അവരെ നമ്മളെ ഇൻഡിപെൻഡൻ്റ് ആക്കണം. അതിൻ്റെ അർത്ഥം അവരിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വേർപെട്ടു പോയി എന്നല്ല. പിന്നെയോ മരിക്കുന്നത് വരെ പേരൻസിന് കുഞ്ഞുങ്ങളുടെ മേൽ ഒരു സ്വാധീനമുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ ഈ മാതാപിതാക്കൾ ഉള്ളിടത്തോളം കാലം അവരോടൊരു വിധേയത്വമുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകുമ്പോൾ ആരോഗ്യമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരുവാൻ സാധിക്കും. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ.